ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ യുഎസുമായി പുതിയ പ്രതിരോധ കരാർ ഒപ്പുവെക്കാൻ ഖത്തർ തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ട്. യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ദോഹയിൽ നിന്നും അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ സെപ്റ്റംബർ 9 ഖത്തറിനെതിരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ പലതരത്തിലുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. എന്നാൽ ഇതെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്ന് അറിയിച്ചുകൊണ്ടുള്ള പുതിയ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതായത് അമേരിക്കയും ഖത്തറും തമ്മിൽ പുതിയ സുരക്ഷാ സഹകരണ കരാറിൽ ഒപ്പുവെക്കുന്നു എന്നുള്ള വിവരമാണ് മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചത്. അദ്ദേഹം ഇന്നലെയാണ് ദോഹയിലെത്തിയത്. അതുപോലെ തന്നെ ഖത്തറിനെതിരെ ആക്രമണം നടന്നതിന്റെ തൊട്ടടുത്ത ദിവസം ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി വാഷിംഗ്ടൺ സന്ദർശിക്കുകയും ഖത്തറിന്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഒരു സമാശ്വാസം എന്ന രീതിയിലാണ് മാർക്കോ റൂബിയോ, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഇന്നലെ ഖത്തറിലെത്തിയത്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: ഏതെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടികളിലേക്ക് അമേരിക്കയോ അല്ലെങ്കിൽ ഖത്തറോ നീങ്ങുന്നില്ല എന്നുള്ള സൂചന തന്നെയാണ് അദ്ദേഹം നൽകുന്നത്. പകരം അമേരിക്കയും ഖത്തറും തമ്മിൽ പുതിയ ഒരു സൈനിക സഹകരണ സുരക്ഷാ സഹകരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് സംബന്ധിച്ച് ഏറ്റവും പുതിയതായി നൽകാനുള്ള വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.